ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും റീജ ലേണിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് എനിക്ക് കഴിയും അല്ലെങ്കിൽ എനിക്ക് സാധിക്കും എന്ന് ഹിന്ദിയിൽ എങ്ങനെ പറയാം എന്നാണ്. ഇതിനായി നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് സക്ത. നമുക്ക് നോക്കാം. ക്രിയയുടെ കൂടെ സക്താഹും എന്ന് ചേർക്കുക. ജാ പ്ലസ് സക്താഹും എങ്ങനെയായി മാറും? ജാ സക്താഹും പോകാൻ കഴിയും. ജാ സക്താഹും പോകാൻ കഴിയും. ക്രിയയുടെ കൂടെ സക്താഹും ചേർത്താൽ എനിക്ക് സാധിക്കും എന്നുള്ള അർത്ഥം കിട്ടും. എനിക്ക് പോകാൻ കഴിയും. മേ ജാ സക്താഹും. മേ ജാ സക്താഹും എനിക്ക് പോകാൻ കഴിയും. എനിക്ക് ഇത് ചെയ്യാൻ കഴിയും. മേ കർ സക്താഹും. മേ കർ സക്താഹും എനിക്ക് ഇത് ചെയ്യാൻ കഴിയും. മേ കർ സക്താഹും എനിക്ക് ഹിന്ദി സംസാരിക്കാൻ കഴിയും. मैं हिंदी बोल सकता हूँ. मैं हिंदी बोल सकता हूँ എനിക്ക് ഹിന്ദി സംസാരിക്കാൻ കഴിയും. അവിടെ ബോൾനായിലെ ക്രിയയുടെ കൂടെ സക്താഹും ചേർക്കാം. എനിക്ക് വരാൻ കഴിയില്ല. मैं नहीं आ सकता. मैं नहीं आ सकता എനിക്ക് വരാൻ കഴിയില്ല. मैं नहीं आ सकता ഇവിടെ കഴിയില്ല എന്ന് പറയാൻ നെഹി ചേർക്കുക. സക്തയുടെ കൂടെ എന്ത് ചേർക്കുക? നെഹി. വരാൻ കഴിയില്ല അല്ലെങ്കിൽ പോകാൻ കഴിയില്ല എന്ത് ചേർക്കുക? നെഹി. കഴിയില്ല എന്നർത്ഥം വരും. ക്വസ്റ്റ്യൻ ആയിട്ട് എങ്ങനെ ചോദിക്കാൻ? നിനക്ക് വരാൻ കഴിയുമോ? ക്യാ തും ആ സക്തേ ഹോ? ക്യാ തും ആ സക്തേ ഹോ? നിനക്ക് വരാൻ കഴിയുമോ? അതെ, എനിക്ക് വരാൻ കഴിയും. ഹാ മേ ആ സക്താ ഹൂം. ഹാ മേ ആ സക്താ ഹൂം. അതെ, എനിക്ക് വരാൻ കഴിയും. മേ ആ സക്താ ഹൂം വരാൻ കഴിയും. നെഹി ആ സക്ത വരാൻ കഴിയില്ല. ഹിന്ദിയിൽ എനിക്ക് കഴിയും എന്ന് പറയുമ്പോൾ മേ എന്നാണ് തുടങ്ങേണ്ടത്. നമ്മൾ കഴിയും സാധിക്കും എന്നുള്ളത് പറയാൻ വേണ്ടി ഹിന്ദിയിൽ വരുമ്പോൾ തുടക്കത്തിൽ മേ എന്ന് വെച്ചാ തുടങ്ങിയത്. മുജെ ജാ സക്താഹും എന്ന് പറയത്തില്ല. പിന്നെ എങ്ങനെ പറയും ശരിയായ രീതിയിൽ? മേ ജാ സക്താഹും. മേ ജാ സക്താഹും. എന്തുകൊണ്ട് വെച്ചാല് നമ്മൾ നേരത്തെ പഠിച്ച ചാഹിയെ വേണം എന്ന വാക്കിന്റെ കൂടെയാണ് നമ്മൾ മുജെ ഉപയോഗിക്കുന്നത്. എന്നാൽ സക്ത കഴിയും എന്ന വാക്കിന്റെ കൂടെ മേ എന്നാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. മേ ആസക്ത. മേ ജാ സക്ത. എനിക്ക് പോകാൻ കഴിയും. മേ ജാ സക്താഹും. മേ ജാ സക്താഹും എനിക്ക് പോകാൻ കഴിയും. എനിക്ക് വരാൻ കഴിയും. മേ ആസക്താഹും. മേ ആസക്താഹും എനിക്ക് വരാൻ കഴിയും. എനിക്ക് ചെയ്യാൻ കഴിയും. മേ കർ സക്താഹും. മേ കർ സക്താഹു. ഇവിടെ ക്രിയയുടെ കൂടെ എന്താ നമ്മൾ ചേർക്കുന്നത്? സക്താഹു എന്നുള്ള വാക്ക്. എനിക്ക് സാധിക്കും കഴിയും. ആൺകുട്ടികളാണെങ്കിൽ സക്ത എന്ന് പറയും. പെൺകുട്ടികളാണെങ്കിൽ ശക്തി എന്ന് പറയും. ഇവിടെ വ്യത്യാസം മനസ്സിലായല്ലോ? ബോയ് പറയുമ്പോൾ ആ ശബ്ദം, അതുപോലെ ഗേള് പറയുമ്പോൾ ഈ ശബ്ദം. മനസ്സിലായി? ഇന്നത്തെ ക്ലാസ് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.